ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു നൈറ്റി നെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലേസും ഹാക്കോബോ പീസൊക്കെ വെച്ചിട്ടാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. നൈറ്റി ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. 2 മടക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ചിലർ നല്ല വൈഡാക്കിയിട്ട് നെക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് താഴേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബോക്സ് പോലെ വരച്ച് കൊടുക്കുക. മാർക്കിങ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതാ പാന വെച്ച് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് താഴേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയും മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചൊക്കെ എടുക്കാം. ഈ 2.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 3/4 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. ഒരു 3/4 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്കും വിട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബ്രിഡ്ജ് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ ഭാഗമൊന്നും ഒപ്പമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ ഔട്ടർ ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ നെക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഈ വരച്ചിട്ടുള്ള സെയിം വരയിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനൊരു ഷേപ്പിലാണ് നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ കൂടി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസ് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കോർണറിൽ കുത്തി നിർത്തിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തിട്ട് സൈഡുകളൊക്കെ നോച്ചസ് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക. കോർണറുകളൊക്കെ ഒന്ന് പെൻസിൽ കുത്തിയിട്ടോ അല്ലെങ്കിൽ കത്രികയുടെ കൂർത്ത ഭാഗം കൊണ്ടോ ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക. ഇപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ലേസ് വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലൊരു ഹക്കോബ പീസ് വെച്ച് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഞാനത് ലൈനിങ് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹോളുള്ള ടൈപ്പ് ആയതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പിന്ന് കുത്തിയിട്ട് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സൈഡിലൊക്കെ ഒന്ന് പിന്ന് കുത്തി കൊടുക്കുക. ഇത് കറക്റ്റ് ഈ എഡ്ജിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇനി ഇത് പതിച്ചടിച്ചിട്ട് കാണിക്കാം. നല്ല ഫിനിഷിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കിലുള്ളൊരു നെക്ക് ഡിസൈനാണിത്. ഇത് കുർത്തിക്കും നല്ലൊരു റിച്ച് ലുക്ക് കൊടുക്കും. നിങ്ങളെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടുള്ള ഹക്കോബിൻ ലേസൊക്കെ വെച്ചിട്ട്
തയ്ച്ചെടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് നെക്ക് ഡിസൈൻസ് ഞാൻ ഇതിന് മുന്നേയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.